ദൈവനാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം പ്രാരംഭമായി കേൾക്കാനിടയായി തീർന്നത് 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി. അതിൽ 9 പേർ യഹൂദന്മാരായിരുന്നു, ഒരാൾ ജാതിയായിരുന്നു. 9 പേർ സൗഖ്യമായവർ താങ്കളുടെ വഴിക്ക് പോയി. എന്നാൽ ഈ അന്യജാതിക്കാരനായ ഒരുവൻ തനിക്ക് കുഷ്ഠരോഗം സൗഖ്യമായത് കണ്ട് താൻ സന്തോഷിച്ച് മടങ്ങി വന്നു. കർത്താവിൻ്റെ കാൽക്കൽ വീണു, കർത്താവിന് നന്ദി പറഞ്ഞു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇത് കർത്താവിൻ്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗുണപാഠമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. സൗഖ്യമാക്കുന്നത് ദൈവം, മഹത്വമെടുക്കുന്നത് മറ്റൊരു അന്യദൈവം എന്നിങ്ങനെയാണ് ജാതികളുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജാതികളോട് ദൈവത്തിൻ്റെ കോപം അനുദിനം വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സമുദായക്കാരുടെ ഇടയിലും മറ്റു പല വിശ്വാസത്തിൻ്റെ ഇടയിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരാണ് സൗഖ്യമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 3 ആഴ്ച ആ പുണ്യവാളനോട് സംസാരിച്ച് പ്രാർത്ഥിച്ചു, അതങ്ങനെയാണ് എനിക്കത് സൗഖ്യമായത്. യഥാർത്ഥത്തിൽ സൗഖ്യമാക്കിയത് ദൈവമാണ്. സൗഖ്യമാക്കാൻ കഴിവുള്ളവൻ ദൈവമാണ്. കർത്താവ് പറഞ്ഞു, അവയ്ക്ക് ഒരു നന്മയ്ക്കും നന്മ ചെയ്യുവാനും കഴിവില്ല. ദൈവം പറഞ്ഞിരിക്കുന്നത്, വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആരെ ശരണമാകും? അയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 1 മുതൽ 1 വായിക്കണം. വിശുദ്ധന്മാർ ആരെ ശരണമാക്കും? ആരെയും ശരണമാക്കാനില്ല. ശരണമാക്കാൻ ഉള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. അവനാണ് ജഡത്തിൽ വന്നവനായ യേശു. അവനല്ലാതെ വേറൊരു ദൈവമോ വേറൊരു ആശ്രയമോ നമുക്കില്ല, ഉണ്ടാകാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ചെയ്യൂ. മറ്റത് മുഴുവനും ദ്രോഹമേ ചെയ്യൂ, ശത്രുവിനെ ആരാധിച്ച്. എന്നിട്ടും അവനെ തന്നെ ആശ്രയിക്കൂ. എന്നിട്ടും അവനെ തന്നെ മനുഷ്യനെ ആശ്രയിക്കൂ. ഇങ്ങനെ കണ്ട് കണ്ട് ദിനം പ്രതി ദൈവകോപം മനുഷ്യരുടെ മേൽ ഏറ്റവും അധികമായി വന്നിരിക്കുന്ന കാലഘട്ടമാണ്. പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, കരുണാസമ്പന്നനായ ദൈവം എന്നല്ലേ നിങ്ങൾ പഠിക്കണേ? അതെ, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവം അറിയാതെയല്ലോ? അല്ല, ദൈവം നല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ആ അക്രമം, ആ അതിദാരുണമായ അനുഭവം എന്തുകൊണ്ട് ദൈവത്താൽ ഉണ്ടായി? എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? കാരണങ്ങൾ പലതാണ്. ദൈവം ഒരു കാര്യം നിശ്ചയമായിട്ട് ഓർത്തുകൊള്ളണം, നേരുള്ളവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. നീതിമാൻ നശിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കില്ല. ദൈവം ഇങ്ങനെ ഒരു കാര്യം അനുവദിച്ചെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പക്കൽ നീതിയുള്ള ഒരു അനുഭവം അതിനകത്തുണ്ട്. അതറിയുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നവൻ. അല്ലാത്തവരൊക്കെയും സംഭവം കാണുമ്പോൾ ശത്രുപക്ഷത്തേക്ക് തിരിയും. ദൈവം അത് ചെയ്യാൻ കൊള്ളാമോ? ദൈവത്തിനത് ചെയ്യാമോ? ഒരു ഭവനത്തിൽ ഒരു ശവടക്കം നടക്കുക, വലിയൊരു അപകടം നടന്ന സമയമാണ്. അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയും വലിയവരും ഒക്കെ മരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഈ കുട്ടിയെ കാണാനായിട്ട് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെല്ലാം വന്ന് ഇറങ്ങിയിരിക്കുക. അപ്പൊ അന്നേരം ഇത് കണ്ട ആ മഹാവിലാപത്തിൽ എന്നിടയിൽ നിന്ന് നാട്ടുകാരനായ ഒരാൾ വിളിച്ചു പറയാ, ദൈവം ഇത്രയും ദുഷ്ടനാണ്. ആ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്നറിയാമോ? ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെ അതിനോട് യോജിക്കും. ന്യായവിധി, ദൈവം തൻ്റെ പ്രവൃത്തി ന്യായവിധി ചെയ്യും, അത് ഉറപ്പാണ്. ലോകത്തിൽ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ദൈവം പ്രതികാരം ചെയ്യും. ഈ പ്രതികാരം ചെയ്യുന്ന സമയത്ത് പരമാർത്ഥ ഹൃദയമുള്ളവർ പറയും, ശരിയാണ്, ദൈവം നീതിമാനാണ്. ദുഷ്ടന്മാർ പറയും, ദൈവം ചെയ്ത് ശരിയായില്ല, ദുഷ്ടനാണ്. ഇതാണ് വചനം പറയുന്നത്. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്,
ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ യഹോവയായ ദൈവം ഭൂമിയിൽ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എന്ന് എന്നെ തിരിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ദാരുണമാണ്. ആ ഭയങ്കര കാട്ടുതീ, എത്രയോ പേര് മരിച്ചു. അത് കണ്ടുകൊണ്ടൊന്നും ദൈവം നേരുള്ളവനെന്നും ദൈവം നിഷ്കളങ്കനെന്നും കരുണയുള്ളവനെന്നും പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ വചനം പറയുന്നത് ആദിയോടന്തം അറിയണം. ആദിയോടന്തം അറിയണം. ആദിയോടന്തം അറിയുന്നവൻ ദൈവം നിഷ്കളങ്കനെന്ന്, ദൈവം നേരുള്ളവൻ. ദൈവം അത് അനുവദിച്ചെങ്കിൽ നിശ്ചയമായിട്ടും അതിന് തക്ക ഒരു കാരണമുണ്ട്. അങ്ങനെ ഉറച്ചു നിൽക്കും. അത് കണ്ടെത്തുന്നവൻ ദൈവത്തെ തിരിച്ചറിയുന്നവനാണ്. ഇവിടെയാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നത്. ദൈവത്തെ തിരിച്ചറിയുക, ദൈവം ആരെന്നറിയുക, മഹത്വം ദൈവത്തിന് കൊടുക്കുക. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ധർമ്മം. ഇന്ന് നമ്മൾ കേട്ടത് അതാണ്. എന്താണെന്നറിയാമോ? ഇന്ന് നമ്മൾ കേട്ടതിന് ശേഷം ഒരു കാര്യം നമുക്കറിയാം. ദൈവത്തിന് ഒരു വിശ്വാസമുള്ള ഒരു കൂട്ടമാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം. പ്രതീക്ഷയുള്ളൊരു കൂട്ടമാണ്. അവരിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അവർക്കൊരു നന്മ ചെയ്താൽ, സഭയ്ക്കകത്തൊരു നന്മ ചെയ്താൽ നിശ്ചയമായിട്ടും അതിനുള്ള മഹത്വവും നന്ദിയും ദൈവത്തിന് കിട്ടും. മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിന് സ്ഥാനമുണ്ടാകും. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. എന്നാൽ നമുക്ക് കിട്ടുന്ന നന്മയ്ക്ക് തക്കവണ്ണം നമ്മൾ മഹത്വം കൊടുത്തില്ലെങ്കിലോ? നമുക്ക് കിട്ടുന്ന നന്മയ്ക്ക് ഒത്തവണ്ണം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിലോ? ദൈവം അത് കുറിച്ചു വെക്കാൻ ഇടയായി തീരും. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ മറച്ചു വെക്കുന്ന ഇത് നമ്മൾ അന്യദൈവങ്ങൾക്ക് കൊടുക്കില്ല. മറ്റുള്ളവരാണ്, പുറത്തുള്ളവരാണ്, ജാതികളാണ് അന്യദൈവങ്ങൾക്ക് മഹത്വം കൊടുക്കുന്നത്. അത് അവരുടെ മേൽ കോപം മുഴുത്തു വരുന്നു. സഭയ്ക്കകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്വം അന്യദൈവങ്ങൾക്കും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. അത് സ്വന്തം ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ചാണ് വചനം സങ്കീർത്തനത്തിൽ പറയുന്നത്. ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. ഹൃദയത്തിൽ മറച്ചു വെക്കരുത്. ഇതിനായി ഈ ആഴ്ച തോറും സാക്ഷ്യം പറയണം. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, ഈ ആഴ്ച എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ അത് പ്രസിദ്ധമാക്കണം. കാരണം നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബാബേൽ രാജാവ് തനിക്ക് കർത്താവ് ചെയ്ത ഒരു വലിയ അത്ഭുതം, 7 വർഷത്തേക്ക് താൻ മൃഗപ്രായനായി പോയതും അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് തൻ്റെ രാജത്വത്തിൽ ബലപ്പെട്ടതും ശക്തി പ്രാപിച്ചതും ദൈവം ചെയ്ത പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി അതറിഞ്ഞ് അത് എല്ലാവർക്കും പ്രസിദ്ധമാക്കി. ഇന്ന് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗം നെബൂഖദ്നേസറിൻ്റെയാണ്. അത് പ്രസിദ്ധമാക്കിയത് ജാതീയ രാജാവാ. ജാതിയാ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവനാണ് ഉണ്ടായത്. ദൈവത്തിന് മഹത്വം കൊടുത്തത് അവനാ. ഇന്ന് ദൈവത്തിന്റെ സഭയ്ക്കുള്ള ദൂതാണത്. എന്താണ് ദൈവത്തിന്റെ സഭയ്ക്കുള്ള ദൂതെന്ന് പറയുന്നത്? ഇന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണോ? മഹത്വവും നന്ദിയും ദൈവത്തിന് കൊടുത്തിരിക്കണം. കടം തീരും, രക്ഷിക്കപ്പെടും. 9 പേരും കുഷ്ഠരോഗം സൗഖ്യമായി, രക്ഷിക്കപ്പെട്ടില്ല. ഒരുവൻ മടങ്ങി വന്ന് കർത്താവിന്റെ അടുക്ക ആൾക്കൽ വീണു. കർത്താവിന് നന്ദി പറഞ്ഞു, മഹത്വം ദൈവത്തിന് കൊടുത്തു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവനായിട്ട് അവൻ പോയി. എന്നാൽ അവന്റെ നീതിയെ ഹൃദയത്തിൽ മറച്ചു വയ്ക്കുന്ന എത്ര ശ്രേഷ്ഠ വിശ്വാസിയാണെങ്കിലും അപകടമാണ്. കാരണം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ പ്രസിദ്ധമാക്കേണ്ടതാണ്. അത് മനുഷ്യ മനസ്സിനെ ഉണർത്തേണ്ടതാണ്. ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷ്യം മറ്റൊരാളുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കൂടി ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുവീൻ. അതിനാലാണ് സാത്താൻ ജയിക്കുന്നത്. കാരണം ഈ ലോകത്തെ ജയിച്ച ഒരു കൂട്ടം വന്നു നിൽക്കുക. ഇവരെങ്ങനെ ജയിച്ചു എന്നുള്ള ചോദ്യത്തിന് പറയുകയാണ്, ഇവർ കുഞ്ഞാടിന്റെ രക്തത്താലും
തങ്ങളുടെ സാക്ഷ്യവചനത്താലും ലോകത്തെ ജയിച്ചവരാണ്. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് ഇവരുടെ വായിൽ നിന്ന് വരുന്ന സാക്ഷ്യം കൊണ്ട് ജയിച്ചവരാണ്. അപ്പൊ സാക്ഷ്യത്തിന് ശത്രുവിനെ ജയിക്കാൻ കഴിവുണ്ടോ? ഉണ്ട്. എങ്ങനെ? അപ്പോസ്തലന്മാർ തങ്ങളുടെ മഹാശക്തിയോടെ ദൈവകൃപയ്ക്ക് സാക്ഷ്യം പറഞ്ഞു വന്നു. അപ്പോസ്തലന്മാർ സാക്ഷ്യം പറഞ്ഞത് മഹാശക്തിയോടെയാ. മഹാശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാ. ആ ശക്തിയാണ് ദൈവത്തിന്റെ മക്കളുടെ സാക്ഷ്യത്തിനുള്ളത്. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അല്ല. ശത്രു തോറ്റുപോകുന്ന വിഷയമാണ്. അതാ കുരുടനെ സൗഖ്യമാക്കിയതിന് ശേഷം നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് കർത്താവ് സൗഖ്യമായവനോട് ചോദിച്ചു. അതിന് പാവം കണ്ണ് കണ്ടിട്ടില്ല. അവൻ പറഞ്ഞു, കർത്താവെ, അവൻ ആരാണ്, എവിടെയാണ്, അവൻ ആരാണെന്ന് അറിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അവന് മഹത്വം കൊടുത്തു. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ ദൈവം താൻ ചെയ്യുന്ന ഉപകാരത്തിനൊത്തവണ്ണം മഹത്വവും നന്ദിയും തനിക്ക് കിട്ടുവാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നറിയാവോ? നമുക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും? സഹോദരങ്ങളെ, ഇന്ന് ചിന്തിക്കണം. ഞാൻ ഭയപ്പെടുകയാണ് ഈ വാക്കിന്റെ വചനത്തിന് മുമ്പ്. കാരണം കർത്താവ് ആഗ്രഹിക്കുന്ന നമുക്ക് കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും? യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം ചെയ്യും? എന്ത് പകരം ചെയ്യാനും രക്ഷയുടെ മാനപാത്രം എടുത്ത് ഞാൻ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. വേറെ ഒന്നും എനിക്ക് കഴിയില്ല. അവൻ ചെയ്ത ഉപകാരങ്ങളെ മറച്ചു വെക്കാതെ അവന്റെ നീതിയെ ഒന്ന് പ്രസിദ്ധമാക്കി കഴിഞ്ഞാൽ അവൻ മറുപടി കിട്ടിയവനായി, തിരികെ മറുപടി പ്രാപിച്ചവനായി. അതിനു പകരം ഹൃദയത്തിൽ മറച്ചു വെച്ചതിന് ശേഷം തൻ്റെ 100 പരാതി ആരാധനയ്ക്ക് വരുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ, ദൈവമേ അത് വേണം ഇത് വേണം എന്നെല്ലാം വിളിച്ചു പറയുമ്പോൾ ഓർത്തു കൊള്ളണം, ദുഃഖിക്കുകയാണ് ദൈവം, ദുഃഖിക്കുകയാണ്. മഹത്വം അവന് കിട്ടുന്നത് കിട്ടിയില്ല എങ്കിൽ, നന്ദി അവന് കിട്ടുന്നത് കിട്ടിയില്ല എങ്കിൽ ദൈവം അവന് രക്ഷ കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ സൗഖ്യമായി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വന്ന ആ കുഷ്ഠരോഗിയെ പോലെ, അന്യാധികാരനെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ വീണ് ഇന്നുവരെയും കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയാം. മഹത്വം ദൈവത്തിന്. മഹത്വമേ മഹത്വം തൻ നാമത്തിന്, മഹത്വമേ മഹത്വം തൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. പറവകൾ മൃഗജാതിഴയുന്ന ജന്തുക്കളും, പറവകൾ മൃഗജാതിഴയുന്ന ജന്തുക്കളും, രാജാക്കൾ മഹത്തുക്കൾ പ്രഭുക്കൻ വംശക്കാർ, രാജാക്കൾ മഹത്തുക്കൾ പ്രഭുക്കൻ വംശക്കാരെ